അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിൻ്റെ 7-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കപ്പെടേണ്ട ഓരോ ദിവസമാണ് നമ്മളിലൂടെ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള കടമകളാണ്. അതിൽ മൂന്നാമത്തത് മുത്തുനബി പഠിപ്പിച്ചത് സതുപദേശം തേടിയാൽ നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഒരാൾ നമ്മളോട് ഒരു ഉപദേശം തേടിയാൽ, ഒരു നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ അവരെ കളിയാക്കാതെ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ആധുനിക യുഗത്ത് കൂടി വന്ന ചില കാര്യങ്ങളാണ് വിവാഹങ്ങൾ മുടക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. വിവാഹ അന്വേഷണങ്ങൾ വന്നാൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത് മുടക്കുക എന്നുള്ളത്, ഇതൊക്കെ ഒരു തിന്മയുടെ ഭാഗമാണ്. അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്ന ഭാഗമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വിശ്വാസി തൻ്റെ സഹോദരൻ തന്നോട് വന്ന് സതുപദേശം തേടിയാൽ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം നാം ഉണ്ടാക്കിയെടുക്കണം. അതായിരിക്കണം ഈ പുണ്യ റമളാനിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു വലിയ മെസ്സേജ്. അള്ളാഹു ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾ വന്നുപോയ വീഴ്ചകളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു മാഫാക്കി തരുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ആദ്യത്തെ 10 അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.